നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും നാമൊക്കെ എന്തൊരു വേവലാതികളാണ് പറയുന്നത്. എത്ര ആളുകളോടാണ് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നാം അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ഷമയാണ് ജീവിതത്തിൻ്റെ വിജയം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 70 വർഷക്കാലം പടച്ചവൻ കൊടുത്ത അനുഗ്രഹങ്ങളിൽ ആസ്വദിച്ച് ജീവിച്ച പ്രവാചകനാണ്. സമ്പത്തിനാലും തൻ്റെ മക്കളിനാലും അനുഗ്രഹങ്ങൾ ഏറെയായിരുന്നു. അങ്ങനെ 70 വർഷക്കാലം പിന്നിടുന്ന സമയം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം കടന്നു വരികയാണ്. തൻ്റെ സമ്പത്തൊക്കെ അള്ളാഹു തിരിച്ചെടുക്കുകയാണ്. തൻ്റെ മക്കളെ അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ്. തൻ്റെ ശരീരം പോലും സ്വയമേ ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അയ്യൂബ് നബി മാറുമ്പോൾ തൻ്റെ ഭാര്യ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി വേവലാതി പറയാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയം അയ്യൂബ് നബിയുടെ വിലക്കുണ്ട്, പറയരുതേ, ഒരിക്കലും പറയരുത്. ഈ 70 വർഷക്കാലം പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹത്തിൽ നാം ആസ്വദിച്ചല്ലോ, എന്തിനാണ് നാം ഇനി പരിഭവം പറയുന്നത് എന്നു പറഞ്ഞ് റബ്ബിനോട് ഞാനിപ്പോൾ ചെറിയൊരു ക്ഷീണത്തിലൂടെ കടന്നു പോവുകയാണ് റബ്ബേ എന്നുള്ള ഒരു ദുആയായിരുന്നു അയ്യൂബ് നബിക്ക് റബ്ബിനോട് പറയാനുള്ളത്. ഉടൻ തന്നെ അവിടുത്തെ അങ്ങേതലത്തിലുള്ള വിനയമായിരിക്കാം അള്ളാഹുവിൻ്റെ മറുപടി വരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദ് 42-ാമത്തെ ആയത്ത്, ഉർക്കുൽ ബിരിജിലിക ഹാദാ മുഖ്തസലുൻ ബാരിദും വശറാബ്, അവിടുത്തെ കാലിൽ നിന്ന് ഉറവ പൊട്ടി വെള്ളം വരികയാണ്, അതിൽ നിന്ന് കുളിക്കുകയാണ്, അതിലൂടെ തൻ്റെ രോഗം ശിഫയാവുകയാണ്. തന്നിൽ നിന്ന് അള്ളാഹു എടുത്തതൊക്കെയും ഇരട്ടിയായിട്ട് നൽകുന്നൊരവസ്ഥ അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ക്ഷമയാണ് വിജയമെന്ന് പഠിപ്പിക്കുന്ന പാഠം ഇവിടുത്തെ ജീവിതം കാണിച്ചു തരുകയാണ്. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതി ക്ഷമയാണെങ്കിൽ അസ്വഉമു നിസ്ഫു സ്വബർ, ക്ഷമയുടെ പകുതി നോമ്പെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. നമ്മൾക്കും ക്ഷമിക്കാം. റബ്ബ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് റബ്ബിനെ സ്തുതിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.